പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയുടെ കാലിന് പരിക്കേറ്റത് ട്രെയിൻ തട്ടിയല്ല എന്ന നിഗമനത്തിൽ വനംവകുപ്പ്. ട്രെയിൻ വന്ന സമയത്ത് വേഗത്തിൽ ആന ഓടി മാറിയിരിക്കാം, അപ്പോൾ ചിലപ്പോൾ വീണ് പരിക്കേറ്റതാകാമെന്നാണ് പൊതുവെയുള്ള വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ. തൃശ്ശൂരിൽ നിന്ന് വന്ന വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡാണ് ആനയെ ഇപ്പോൾ ചികിത്സിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, പറയൂ. ഗുഡ് മോർണിംഗ് സ്കേൻ. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 3 മണിക്കാണ് ഈ കാട്ടാനയെ ട്രെയിൻ ഇടിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. അതായത് ഈ റെയിൽവേയുടെ വാച്ചർമാർ തന്നെയാണ് കണ്ടത് ട്രെയിൻ ഇടിച്ചതിനെ തുടർന്ന് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ കാട്ടാനയെ. എന്നാൽ പിന്നീട് അത് കാട്ടിലൂടെ തന്നെ വളരെ പ്രയാസപ്പെട്ട് നടന്ന് നീങ്ങി റോഡിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. റോഡും മുറിച്ച് കടന്ന് വനത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു, ഒരു വെള്ളം അന്വേഷിച്ച് പോവുകയായിരുന്നു ഈ കാട്ടാന. പിന്നീട് തൃശ്ശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ നിന്നാണ് ഈ ആനയെ ട്രെയിൻ നേരിട്ടിടിച്ചതായുള്ള പരിക്കുകളൊന്നും തന്നെ ഇതിൻ്റെ ശരീരത്തിൽ കാണുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ട്രെയിൻ നേരിട്ട് ഇടിച്ചു എന്ന് കരുതാൻ കഴിയില്ല, ഒരു പക്ഷേ ട്രെയിൻ വന്ന സമയത്ത് ഓടി മാറിയപ്പോൾ വീണോ മറ്റോ പരിക്കേറ്റതാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രെയിൻ നേരിട്ട് ഇടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചോര കല്ലിക്കാനുള്ള സാധ്യതയുണ്ട്, അതുമാത്രമല്ല ആ ഭാഗത്ത് വലിയ പാടുണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പാടുകളോ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ട്രെയിൻ നേരിട്ട് ഇടിച്ചു എന്ന് കരുതാനാകില്ല എന്നുള്ളതാണ് വെറ്റിനറി സർജൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ആനയെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വനവകുപ്പ്. ഇപ്പോൾ ഈ ആനയ്ക്ക് മറ്റെന്തെങ്കിലും ഇപ്പോൾ മരുന്ന് രൂപത്തിൽ ഈ വെള്ളത്തിലൊക്കെ കലർത്തി മരുന്ന് നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായി നൽകുന്നുണ്ട്, കരിക്ക് ഉൾപ്പെടെയുള്ളവ, വത്തൻ അടക്കമുള്ളവ നൽകുന്നുണ്ട്. അങ്ങനെ വെള്ളം കൂടുതൽ ശരീരത്തിലേക്ക് കൂടുതൽ ജലാംശം എത്തുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഇപ്പോൾ കൂടുതലായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ആനയെ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്ന് തന്നെയാണ് വനവകുപ്പ് അറിയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിനെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ചികിത്സ നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ കാലിനുള്ള പരിക്ക് മാറ്റി നിർത്തിയാൽ അങ്ങനെ വലിയ പരിക്കുകളില്ല എന്നാണ് വനവകുപ്പ് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.